നമുക്ക് പെട്ടെന്ന് ഒരു ലഞ്ച് റെഡിയാക്കിയാലോ? ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പൊ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കണമെങ്കിൽ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കുറേ സമയം വേണമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഫ്രൈഡ് റൈസും പൊട്ടറ്റോ ജീര ഫ്രൈയും ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സൈനൂസ് ബ്ലോഗ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ അരിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് ബസുമതി അരി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇത്. ബസുമതി അരി വെന്ത് വരാനായിട്ട് ഒരുപാട് നേരം ഒന്നും വേണ്ട. നമ്മുടെ മട്ട റൈസ് ഒക്കെ വെന്ത് വരണമെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി കഴിക്കാൻ പറ്റും. പച്ചക്കറികളൊക്കെ നന്നായി വഴന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് ഇളക്കിയെടുക്കാം. വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടറ്റോ ജീര മസാല റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സവാളയും പൊട്ടറ്റോയും എല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൊട്ടറ്റോ ജീര മസാല ചെയ്യുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാവാതെ നോക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. നമ്മുടെ ചെറിയ ജീരകം. കടുകും ജീരകവും എല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. പൊട്ടറ്റോയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ സവാളയ്ക്കകത്തുനിന്നും പൊട്ടറ്റോയ്ക്കകത്തുനിന്നും എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ രീതിയിൽ നമ്മൾ പൊട്ടറ്റോ മസാല ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. ചെറിയ രീതിയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അഥവാ പൊട്ടറ്റോ വേവാൻ ഇത്തിരി താമസമാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കിയ ഫ്രൈഡ് റൈസും പൊട്ടറ്റോ ജീര മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.